പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയായ മുൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതിന് കേസുണ്ടെന്ന വ്യാജേനയാണ് റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ച് 12 ലക്ഷം രൂപ തട്ടിയെടുത്തത്. കേസിൽ മലപ്പുറം ആലിപ്പറമ്പ് കുളത്തൊടി വീട്ടിൽ 40 വയസ്സുള്ള അബ്ദുൾ റസാഖാണ് അറസ്റ്റിലായത്. ഇയാളുടെ ഭാര്യ ഹസീന നേരത്തെ അറസ്റ്റിലായിരുന്നു. ഭാര്യ അറസ്റ്റിലായതിനു പിന്നാലെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകാനുണ്ടെന്ന് പോലീസ് പറയുന്നു. 4 മാസം മുൻപാണ് സംഭവം നടന്നത്. ഉദ്യോഗസ്ഥൻ സർവീസിലുള്ളപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയതായി വിവരം കിട്ടിയെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുണ്ടെന്നും ഇയാളെ അറിയിക്കുകയായിരുന്നു. വ്യാജരേഖകൾ ഉൾപ്പെടെ കാണിച്ചാണ് തട്ടിപ്പു സംഘം ഉദ്യോഗസ്ഥനെ ആദ്യം സമീപിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കള്ളക്കേസാണെന്ന് തെളിഞ്ഞെന്നും ഇതിനുള്ള രേഖകൾ സംഘടിപ്പിച്ച് രക്ഷപ്പെടുത്താമെന്നും അതിനായി അക്കൗണ്ടിലുള്ള പണം താൽക്കാലികമായി മാറ്റി സൂക്ഷിക്കണമെന്നും സംഘം നിർദ്ദേശിച്ചു. ഇത് വിശ്വസിച്ച റിട്ടയർഡ് വ്യോമസേന ഉദ്യോഗസ്ഥൻ ഹസീനയുടെ ചെറുപ്പളശ്ശേരിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 7 ലക്ഷവും അബ്ദുൾ റസാഖിന്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷവും മാറ്റി. ഹസീനയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം ATM വഴി അബ്ദുൾ റസാഖും സുഹൃത്തുക്കളും പിൻവലിച്ചു. പിന്നീട് സംഘം ഫോൺ സ്വിച്ച് ഓഫാക്കി മുങ്ങി. ഇതോടെയാണ് തട്ടിപ്പിനിരയായ വിവരം ഉദ്യോഗസ്ഥൻ തിരിച്ചറിഞ്ഞത്. തുടർന്ന് കസബ പോലീസ്, സൈബർ പോലീസ് സഹായത്തോടെ ബാങ്കിലെ അക്കൗണ്ടും ഫോൺ കോളുകളും മറ്റും പരിശോധിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പു സംഘത്തിലേക്ക് എത്തിയത്. നിരവധി പേരെ ഈ സംഘം തട്ടിപ്പിനിരയാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. 30ഓളം അക്കൗണ്ട് ഇവർ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ മേൽനോട്ടത്തിൽ കസബ ഇൻസ്പെക്ടർ M സുജിത്, SI മാരായ H ഹർഷാദ്, VK